ഹായ് എവരിവൺ, വെൽക്കം ടു ഗ്രോ മലയാളം. പെട്ടെന്ന് ഹോസ്പിറ്റൽ കണ്ടപ്പം നിങ്ങൾ വണ്ടർ അടിച്ചോ? അപ്പോൾ ഞാൻ അതിലേക്കൊന്നും അല്ല കേട്ടോ വരുന്നത്. നമ്മൾ ഇന്നിവിടെ ഉള്ളത് ഗവൺമെന്റിന് ഹെൽത്ത് കെയറിലേക്കുള്ള ഫോക്കസ് കൂടുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. देश में हेल्थ सेक्टर एक्सेसिबल और एफोर्डेबल हो रहा है. आपने देखा होगा जिस तरह से जब हम हेल्थ सेक्टर को एक्सेसिबल होने की बात करें तब सबसे पहले डॉक्टर की आवश्यकता होती है. मेडिकल कॉलेज डबल हो चुकी है. एमबीबीएस की सीटें वो पहले 55,000 हुआ करती थी, 95,000 तक पहुंचे. इस साल शायद 1 लाख तक पहुंच जाएगी. डॉक्टर चाहिए, डॉक्टर उपलब्ध हो गए तो हेल्थ एंड वेलनेस सेंटर चाहिए, अस्पताल चाहिए. 10, 7, 8 गांव में एक हेल्थ एंड वेलनेस सेंटर, 1,17,000 देश में हेल्थ एंड वेलनेस सेंटर बन चुका है. സോ ഒരു ചേഞ്ചിന് ഇന്ന് നമ്മൾ ഈ ഒരു സെക്ടറിന്റെ ഫൈനാൻഷ്യൽ ചെക്കപ്പ് നമുക്ക് നടത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടേഴ്സ് ആവും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ടറിന്റെ പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഹോസ്പിറ്റൽ സെക്ടർ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് കാരണമാകുന്ന മെയിൻ മാക്രോ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സെക്ടറിന്റെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ ലീഡിംഗ് പ്ലേയേഴ്സിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ്ലി നമ്മൾ ഈ ഒരു സെക്ടർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഓവറോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഒരു മേജർ പാർട്ടാണ് ഹോസ്പിറ്റൽ സെക്ടർ. അപ്പോൾ ഹോസ്പിറ്റൽ സെക്ടർ മനസ്സിലാക്കും മുമ്പ് നമുക്ക് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് 2023 മാർച്ചിൽ ആക്സസ് ചെയ്തതനുസരിച്ച് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ 2018 മുതൽ 2020 വരെ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP 3% നിലനിർത്തിയിട്ടുണ്ട്. അതേസമയത്ത് പെർ ക്യാപിറ്റൽ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ $56.6 മാത്രമാണ്. ഇതിപ്പം ഡെവലപ്ഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡെവലപ്പിംഗ് നാഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ നിലവിലെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ പ്രധാനമായിട്ട് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറാണ് 63%. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 37% മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ഹെൽത്ത് കെയറിലേക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും ഹെൽത്ത് കെയറിലേക്കുള്ള ഗവൺമെൻറ് സ്പെൻഡിങ് നിലവിലെ GDPയുടെ 2.1% നിന്ന് 2.5 മുതൽ 3% വരെയായിട്ട് കൂടാം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചാണ് നമുക്ക് ആ രാജ്യം എത്രത്തോളം ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു മെയിൻ പാരാമീറ്ററാണത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പം 10,000 പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പം നമ്പർ ഓഫ് ബെഡ്സ്, അതായത് ബെഡ് കപ്പാസിറ്റി വരുന്നത് 15 മാത്രമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്ലോബൽ ആവറേജിൻ്റെ പകുതിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വലിയൊരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഹോസ്പിറ്റൽ അതുപോലെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ടോട്ടൽ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചറിൻ്റെ ബ്രേക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 60% എക്സ്പെൻഡിച്ചർ ഹോസ്പിറ്റലിൽ മാത്രമാണ്. മുന്നോട്ടേക്ക് പോകുമ്പം എത്ര ടൈപ്പ് ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പബ്ലിക്കിൽ നോക്കുമ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും സെയിം തന്നെയാണ്. പക്ഷേ ഹോസ്പിറ്റൽ അവരുടെ സർവീസ്, എയിൽമെൻറ്റ് കോംപ്ലക്സിറ്റി അതുപോലെ തന്നെ ഓണർഷിപ്പൊക്കെ അനുസരിച്ച് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസ് ടൈപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 തരം ഹോസ്പിറ്റലുണ്ട്. പ്രൈമറി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ലിനിക്സ് അതുപോലെ ഡിസ്പെൻസറീസ് ഒക്കെയാണ്. മിക്കപ്പോഴും നമ്മൾ വാക്സിനേഷൻ അതുപോലെ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് ഇവിടെയാവും. ഇനി അടുത്ത സെക്കൻഡറി കെയർ ആണ്. അപ്പോൾ പ്രൈമറി കെയറിൽ നടക്കാത്ത സീരിയസ് കണ്ടീഷനൊക്കെ നമ്മൾ ഇവിടെയാവും പോകുന്നത്. അപ്പോൾ ചെറിയ സിറ്റികളിൽ 30 കിലോമീറ്ററിന് 100 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻ, ജനറൽ സർജറി അതുപോലെ ഗൈനക്കോളജി പോലത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ലഭിക്കും. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഒരു 50 മുതൽ 200 ബെഡുകൾ വരെ കാണും. അപ്പോൾ ഇതിൽ 10 ICUനായിട്ടാവും ഉണ്ടാവുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടേർഷ്യറി കെയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ലഭിക്കും. ലൈക്ക് ഇപ്പോൾ മൾട്ടി ഓർഗൻ ഫെയിലിയർ, ഹൈ റിസ്ക് അതുപോലെ ട്രോമ കേസസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ മെയിൻലി വലിയ സിറ്റികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു 150 മുതൽ 1500 ബെഡോളം ഉണ്ടാവും. അപ്പോൾ ഇതിൽ 4-1 ക്രിട്ടിക്കൽ കെയറിനായിട്ട് റിസർവ്ഡ് ആയിരിക്കും. ഇനി ഹ്യൂമൻ എയിൽമെൻറ്റ് കോംപ്ലക്സിറ്റിയുടെ ബേസിൽ ഹോസ്പിറ്റൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓരോ എയിൽമെൻറ്റിനും പല ടൈപ്പ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പല ലെവൽ ഓഫ് കണ്ടീഷനും ഓരോന്നാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ വരും. സോ ഇത് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതിൻ്റെ ബേസിൽ വരുന്ന ചില ബിസിനസ് മോഡലുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ സെക്കൻഡ് മോഡലാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫീസിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഹോസ്പിറ്റലായിട്ട് അവർ ഷെയർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ചില ഹോസ്പിറ്റലൊക്കെ റെപ്യൂട്ടഡ് ഡോക്ടേഴ്സിനെ നിലനിർത്താനായിട്ട് അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഇക്വിറ്റി ഡോക്ടേഴ്സിന് നൽകാറുണ്ട്. ഇനി ഹോസ്പിറ്റലിലെ റവന്യൂ മിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജനറലി OPD അല്ലെങ്കിൽ IPDൻ്റെ ബേസിലാണ് ഇത് കൺസിഡർ ചെയ്യാറുള്ളത്.
ഇപ്പോൾ OPD IPD എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? ഇപ്പോൾ OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് എക്സാമിനേഷൻ, ഡയഗ്നോസ്റ്റിക്സ്, സർജറീസ് ഒക്കെ ആവും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് IPD, ഇൻ പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം. ഇപ്പോൾ ബെഡ്സ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, പിന്നെ സപ്പോർട്ടിംഗ് സർവീസ് ലൈക്ക് ഇപ്പം നേഴ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ, ലബോറട്ടറി ഒക്കെ ആവും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ അവരുടെ മാക്സിമം റവന്യൂ IPD തന്നെയാണ് ഏൺ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ 2027 ആകുമ്പോഴേക്കും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് സൈസ് 5 ട്രില്യൺ 8.6 ട്രില്യൺ ആയിട്ട് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11.3% CAGR ഗ്രോത്ത്. അപ്പോൾ നിങ്ങൾക്കറിയുമോ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹെൽത്ത് അഷുറൻസ് സ്കീം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പം ഇന്ന് ഗവൺമെൻറ് ഹെൽത്ത് കെയറിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ കീഴിൽ ഡിസംബർ 2022 1,54,338 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഗവൺമെൻറ് എയിംസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പല സിറ്റികളിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വളർത്താനായിട്ട് പുതിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുമുണ്ട്. ഇപ്പം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് അസുഖങ്ങൾ, പിന്നെ ഇന്ത്യയിൽ വന്ന് ഫോറിനേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നത്, വരുമാനം കൂടുന്നതും ഡെമോഗ്രഫി മാറുന്നതും, അതായത് ഇവിടെ 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടുവാണ്. അപ്പോൾ ഇതൊക്കെ മെയിൻ ഗ്രോത്ത് ഡ്രൈവേഴ്സാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇന്ത്യയിൽ ലോ ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേഷൻ വലിയൊരു സ്പീഡ് ബ്രേക്കറാണ്. അപ്പോൾ ഫോബ്സിലൊരു ആർട്ടിക്കിൾ പ്രകാരം ഇവിടെ ഇന്ന് ഇന്ത്യയിൽ 40 കോടി ജനങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആക്സസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലെ മെയിൻ കാരണം അഫോർഡബിലിറ്റി ആണ്. പ്രത്യേകിച്ച് വരുമാനം കുറഞ്ഞ ആളുകൾക്കൊന്നും ഇത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ 2019 ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 48% ഹെൽത്ത് കെയർ സ്പെൻഡിംഗ് ഒക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേഷൻ 2027 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 38% നിന്ന് 47 മുതൽ 50% കൂടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സിലേക്കാണ്. അപ്പോൾ ഇത് വാല്യൂ ടേംസിൽ മാർക്കറ്റ് സൈസിൽ റിഫ്ലക്റ്റഡ് ആണ്. ഇന്നിപ്പോൾ ടോട്ടൽ ഹോസ്പിറ്റൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 69% പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഇതിൽ 12 മുതൽ 14% ലാർജ് ക്യാപ് ഹോസ്പിറ്റൽ ചെയിനാണ്. അതുപോലെ തന്നെ 86 മുതൽ 88% സ്മോൾ ടു മീഡിയം സ്കെയിലും. ഇനി 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഹോസ്പിറ്റൽ സെക്ടറിലെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ശക്തമായ കോവിഡ് റിക്കവറിക്ക് ശേഷം ഇന്ത്യയിലെ ഹോസ്പിറ്റൽ സെക്ടർ ക്യാപെക്സ് കുതിപ്പിലാണ്. അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അടുത്ത 2 മുതൽ 3 വർഷത്തിൽ അവർ 30 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുവാണ് 2000 ബെഡുകൾ ആഡ് ചെയ്യാനായിട്ട്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഈ ഒരു സെയിം പീരീഡിൽ അവരുടെ ബെഡ് കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ് 8000-ലേക്ക്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡും അടുത്ത 3 വർഷത്തിൽ 1400 ബെഡ്സ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ഹോസ്പിറ്റലൊക്കെ അവർ ടോപ്പ് ലൈൻ ഇയർ ഓൺ ഇയർ 16% വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണമായ ഫാക്ടേഴ്സ് ആവറേജ് റവന്യൂ പെർ ഓക്യുപ്പൈഡ് ബെഡ് ഇമ്പ്രൂവ് ആയതുകൊണ്ട്, ഒക്യുപ്പൻസി ലെവൽ കൂടിയത്, ഓപ്പറേഷണൽ ബെഡ്സിൻ്റെ എണ്ണം കൂടിയത്, ഇതിലൂടെ ആവറേജ് ലെങ്ത് സ്റ്റേ കുറവാവുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ മെഡിക്കൽ ടേംസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് പെട്ടെന്ന് ഈ ടേംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആവറേജ് റവന്യൂ പെർ ബെഡ് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ബെഡിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻ പേഷ്യൻ്റ് റവന്യൂവിൻ്റെ ബേസിലാണ്. അതുപോലെ തന്നെ എത്ര ദിവസത്തേക്ക് ഈ ഒരു ബെഡ് ഒക്യുപ്പൈഡ് ആണ് എന്നതും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്കാക്കാനായിട്ട് നമ്മൾ ടോട്ടൽ റവന്യൂവിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് അതുപോലെ നമ്പർ ഓഫ് ബെഡ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒക്യുപ്പൻസി റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു മെട്രിക്ക് കാണിക്കുന്നത് ആക്ച്വൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം 150 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ 33,000 ബെഡ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഹോസ്പിറ്റലിൽ ഒക്യുപ്പൻസി റേറ്റ് വരുന്നത് 33,000 ഡിവൈഡ് ബൈ 365 ഇൻറ്റു 150 ആണ്, അതായത് 60%. ഇനി ആവറേജ് ലെങ്ത് ടു സ്റ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് ഒരു പേഷ്യൻറ്റ് എത്ര നാൾ ഹോസ്പിറ്റൽ ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞു തരും. അപ്പോൾ പേഷ്യൻസ് അടുപ്പിച്ച് ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുന്ന ഡിവൈഡ് ബൈ ആ സെയിം പീരീഡിലെ ടോട്ടൽ ഡിസ്ചാർജ്. അപ്പോൾ ഓർഗാനിക് ഗ്രോത്തിൻ്റെ ഒപ്പം ഇന്ത്യയിലെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഇൻഓർഗാനിക്കലിയും വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏണസ്റ്റ് ആൻഡ് യങ്ങിലെ ഹെൽത്ത് കെയർ ലീഡർ അതുപോലെ പാർട്ട്ണർ എന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റൽ സ്പേസ് M&A ആക്ടിവിറ്റിക്ക് പാകമായതെന്നുള്ളത്. Kaivan, you have been looking at the overall sector and you have looked at all the transactions as well as what are the factors that have created a shift in many dynamics. First, help us understand how has the deal flow and the traction picked up? Sure, thanks Nisha. I think the healthcare sector has been, is and will continue to be the bastion of private equity capital in the country. Yes. I think the sector has drawn clearly $8 billion in investments over the last 5 years. It represents 5% of the entire private equity capital flow into the country versus sub 2% Yes. pre-COVID.
Yes. If you look at the M&A activity itself, I think last 2 years we've seen 99 deals, again double of what it was pre-COVID, and clearly the market structure, Nisha, lends itself to consolidation. So we've got 45 to 50,000 hospitals in the country today. Yes. Only 3% of them are more than 100 beds, Yes. versus 40 to 45% in the US or China. So an average of just 20 beds per entity versus 200 beds globally. And only 2% of our hospitals are NABH accredited. So clearly this is a market structure which really is ripe for consolidation. ഇപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ സെക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇനി നമുക്ക് ഇതിലുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 9 ലിസ്റ്റഡ് ഹോസ്പിറ്റലുകളെ പല പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്പർ ഓഫ് ഹോസ്പിറ്റൽ, നമ്പർ ഓഫ് ബെഡ്സ്, ഒക്യുപ്പൻസി റേറ്റ്, ALOS, ARPOB, ROCൻ്റെ ഒക്കെ ബേസിസിൽ. സോ നമുക്ക് ഇന്നൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പിക്ചർ ഇതിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റലിൽ റാങ്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ടേബിൾ വഴി ഓവറോൾ പെർഫോമൻസ് സമ്മറൈസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഒരു പാരാമീറ്ററിൽ ബെസ്റ്റ് ആണെങ്കിൽ 9 പോയിൻറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്കിങ് ഉള്ളതിന് 1 പോയിൻറ്റ് കിട്ടും. സോ എല്ലാ പാരാമീറ്ററിൻ്റെ ബേസിൽ 9 കമ്പനിയെ നമ്മൾ സ്കോർ കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ടോട്ടൽ പോയിൻറ്റ്സിൻ്റെ ബേസിൽ നമ്മൾ ഫൈനലി റാങ്ക് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാര്യം ക്ലിയർ അല്ലേ? എന്ന് നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ്, അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ചെയിനാണ്. അപ്പോൾ ഇന്ത്യയിലെമ്പാടും അവർക്ക് 70 ഹോസ്പിറ്റലുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഫോർട്ടീസ് ആൻഡ് നാരായണ ഹൃദയാലയ. പിന്നെ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ലിമിറ്റഡ്, അവർക്ക് 1 ഹോസ്പിറ്റലുണ്ട്. യഥാർത്ഥ ഹോസ്പിറ്റലിന് 4 ഹോസ്പിറ്റൽസ് ഉണ്ട്. സോ ഈ ഒരു പാരാമീറ്ററിൻ്റെ ബേസിൽ നമ്മൾ സ്കോർ കൊടുക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽസിന് 9 പോയിൻറ്റ്സ് കിട്ടും, ഫോർട്ടീസിന് 8 പോയിൻറ്റ്സ് കിട്ടും. ജൂപ്പിറ്റർ ലൈഫിനാണ് ഏറ്റവും കുറവ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഉള്ളത്. സോ 1 പോയിൻറ്റ് കിട്ടും. സോ ഈ ഒരു ചാർട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടെന്നോർത്ത് ബെഡുകളുടെ എണ്ണവും അതുപോലെ അനുസരിച്ച് കൂടണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് അപ്പോളേക്ക് എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് സ്പോട്ടിലുള്ളത് നിങ്ങൾ നോക്കിയേ, നാരായണ ഹൃദയാലയത്തിന് കാളും ഒരുപാട് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഫോർട്ടീസിനാണ് ഉള്ളത്. പക്ഷേ നാരായണ ഹൃദയാലയത്തിനാണ് കൂടുതൽ ബെഡ്സ് ഉള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ ലിസ്റ്റഡ് പ്ലേസിൽ ഏറ്റവും കുറവ് ബെഡ്സ് ഉള്ളത് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ആണ്. സോ ഹോസ്പിറ്റൽ ബെഡ്സ് എന്ന പാരാമീറ്ററിൻ്റെ ബേസിൽ നമ്മൾ സ്കോർ കൊടുക്കുകയാണെങ്കിൽ അപ്പോളേക്ക് 9 പോയിൻറ്റ്സ് കിട്ടും, നാരായണ ഹൃദയാലയത്തിന് 8 പോയിൻറ്റ്സ് കിട്ടും, ജൂപ്പിറ്റർ ലൈഫിന് 1 പോയിൻറ്റ് കിട്ടും. അടുത്ത് നമ്മൾ ഫൈനാൻഷ്യൽ 2023 കുറച്ച് മെയിൻ സെക്ടർ സ്പെസിഫിക് മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ് ഹെൽത്ത് കെയറിന് ഹയസ്റ്റ് ഒക്യുപ്പൻസി റേറ്റ് ഉള്ളത് 76%. കിംസിനാണ് സെക്കൻഡ് ഹയസ്റ്റ് ഒക്യുപ്പൻസി റേറ്റ് വരുന്നത് 69%. അപ്പോൾ ഈ ഒരു സെയിം പാരാമീറ്ററിൽ യഥാർത്ഥയ്ക്കാണ് ലോവസ്റ്റ് ഒക്യുപ്പൻസി റേറ്റ് ഉള്ളത്. ഇനി നമ്മൾ ഇവർക്ക് പോയിൻറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ മാക്സ് ഹെൽത്ത് കെയറിന് 9 പോയിൻറ്റ്സ് കിട്ടും, അത് കഴിഞ്ഞ് കിംസിന് 8 പോയിൻറ്റ്സ് കിട്ടും. ഇനി യഥാർത്ഥയ്ക്കാണ് ലോവസ്റ്റ് ഒക്യുപ്പൻസി റേറ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 പോയിൻ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേൻ്റെ ബേസിൽ നമ്മൾ റാങ്ക് ചെയ്യുവാണെങ്കിൽ നാരായണ ഹൃദയാലയത്തിനാണ് ഹയസ്റ്റ് 4.5 ഡേയ്സ്, ഗ്ലോബൽ ഹെൽത്ത് കെയറിനാണ് ലോവസ്റ്റ് 3.3 ഡേയ്സ്. സോ ഈ ഒരു മെട്രിക്കിൻ്റെ ബേസിൽ നമ്മൾ നാരായണ ഹൃദയാലയത്തിന് 9 പോയിൻറ്റ്സ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് കെയറിന് 1 പോയിൻറ്റും. ഇനി നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡിൻ്റെ ബേസിൽ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ 67,400 രൂപയുടെ മാക്സ് ഹെൽത്ത് കെയർ ആണ് ഹയസ്റ്റ് ARPOB ഉള്ളത്. അതുപോലെ തന്നെ യഥാർത്ഥയ്ക്ക് 26,500 രൂപയുടെ ലോവസ്റ്റും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പോയിൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ മാക്സ് ഹെൽത്ത് കെയറിന് 9 പോയിൻറ്റ്സ് ലഭിക്കും, അതുപോലെ തന്നെ യഥാർത്ഥയ്ക്ക് 1 പോയിൻറ്റ് ലഭിക്കും. ഇനി ലാസ്റ്റ്ലി നമ്മൾ ഫൈനാൻഷ്യൽ മെട്രിക്കിൻ്റെ ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സ് ഹെൽത്ത് കെയർ ആണ് ഹയസ്റ്റ് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 37.6%. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഗ്ലോബലാണ് ലോവസ്റ്റ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം, അതായത് യഥാർത്ഥ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് റീസെൻ്റ്ലി ലിസ്റ്റഡ് കമ്പനികളാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം. ഇതിൽ നമ്മൾ പറഞ്ഞ മെട്രിക്സിൻ്റെ ബേസിൽ നമ്മൾ 9 ഹോസ്പിറ്റൽ റാങ്ക് ചെയ്തിട്ടുണ്ട് 2023 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിൽ. ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെട്രിക്കിൻ്റെ ബേസിൽ കമ്പനിയുടെ പെർഫോമൻസ് ഈക്വൽ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിലാണ് റാങ്ക് കൊടുത്തേക്കുന്നത് ഇവിടെ. സോ ഇവിടെ നമ്മുടെ സ്കോറിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ് ആണ് ഫൈനാൻഷ്യൽ 2023 ക്ലിയർ വിന്നർ എന്നുള്ളത് നമുക്ക് പറയാം. HCEG അതുപോലെ തന്നെ YHTC ആണ് ലാസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെക്ടറിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യ പുറകിലാണ് വലിയൊരു മാർജിനിൽ. അപ്പോൾ ഇതുകൂടാതെ ഒരുപാട് ചലഞ്ചുകൾ ഈ ഒരു സെക്ടേഴ്സിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 17% റൂറൽ പോപ്പുലേഷൻ, അതുപോലെ തന്നെ 14% അർബൻ പോപ്പുലേഷൻ ലോണിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ മെഡിക്കൽ നീഡ്സൊക്കെ അവർ നേടിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 80% റൂറൽ പോപ്പുലേഷൻ, അതുപോലെ 84% അർബൻ പോപ്പുലേഷൻ അവർ സേവിങ്സ് പൊട്ടിച്ചിട്ടാണ് ഹെൽത്ത് കെയർ നീഡ്സൊക്കെ നേടിയെടുക്കുന്നത്.
എന്നാൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേഷൻ കൂടുന്ന വഴി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ബെസ്റ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുവഴി ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഇൻഫ്രാ സ്പെൻഡിംഗ് ഒക്കെ കൂടും. ഇനി അടുത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ് അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഹോസ്പിറ്റലിലൊക്കെ ഫൈനാൻഷ്യൽ പ്രൊഫൈലൊക്കെ മോശമാണ്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് റിസീവബിൾസ് കാരണമാണ്. അപ്പോൾ ഇതൊക്കെ ആയുഷ്മാൻ ഭാരത് പോലത്തെ ഗവൺമെൻറ് സ്കീമിൻ്റെ കീഴിലുള്ള പേഷ്യൻസ് വഴിയാണ് ഇതൊക്കെ. കാരണം അവരുടെ പേയ്മെൻറ്റ് ഡിസ്കഷനിലാണ് ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഇതിനൊരു റെസൊല്യൂഷൻ കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് അവരുടെ ഫൈനാൻഷ്യൽ പ്രഷറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി അടുത്തൊരു ചലഞ്ച് വരുന്നത് ഇന്ത്യയിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ് ഹോസ്പിറ്റലിൽ ബ്രാൻഡ് ഉയർത്തിക്കൊണ്ട് വരുന്നത്. സോ ഈ ഒരു പാരാമീറ്ററിൻ്റെ ബേസിൽ നമ്മുടെ രാജ്യം ഒരുപാട് പുറകിലാണ്. സോ ഇതാണ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുടെ സ്റ്റോറി. സോ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്പിറ്റൽ ഷെയർസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം ഇതുവരെ ആ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.